ദുഷ്ടന്റെ കൂരമ്പുകളെ എതിർത്തു നിൽക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നവളാണ് അമ്മ മറിയം. പിശാചിന്റെ തല തകർത്ത മറിയം സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാദയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ എൻ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. മാതൃപാത എന്ന് പറയുന്ന ഈ ഒരു അഭിഷേക പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മ എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി സ്വർഗം എങ്ങനെ അനുഗ്രഹിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അച്ഛന് ഓരോ ദിവസവും പരിശുദ്ധ അമ്മേനെ എൻ്റെ മക്കളോട് ഇന്ന തിരുവചനം പറയാം. അച്ഛനുള്ളവരെ ഞാൻ കുറേ പുസ്തകങ്ങൾ നോക്കി പരിശുദ്ധ അമ്മയുടെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുകയാണ്, എൻ്റെ മോനെ അതല്ല വേണ്ടത്, നീ എൻ്റെ അടുത്തിരിക്കി, ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധ അമ്മ പറയണ തിരുവചന ഭാഗം ഇങ്ങനെയാണ്. എന്നോട് പറഞ്ഞു, പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം എടുക്കാൻ പറഞ്ഞു. 32-ാം അധ്യായത്തിൽ അതിൽ 32-ാമത്തെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ഒരാളുടെ പാപങ്ങൾ ക്ഷമിക്കും, നീയും ക്ഷമിച്ച് പ്രാർത്ഥിക്കണം എന്ന ഒരു തിരുവചനം തന്നിട്ട് പറയുകയാണ്, ഒരാളുടെ ജീവിതത്തിൽ അഭിഷേകം നിറയാനുള്ള കുറച്ചധികം കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നീ ക്ഷമിക്കുന്നുണ്ടോ, നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം. സ്നേഹിതരെ, പരിശുദ്ധ അമ്മയുടെ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയുടെ പ്രത്യേകതകളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയുടെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് പറയുന്നത് അമ്മ ആരോടും ക്ഷമിക്കാതിരുന്നിട്ടില്ല, എല്ലാവരോടും ക്ഷമിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. പിന്നെയും പരിശുദ്ധ അമ്മ പറയാണ്, പക്ഷേ എൻ്റെ മക്കള് ക്ഷമിക്കുന്നതിൽ വളരെ അധികം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ട് ഈ ഒരു സെഷനിൽ പരിശുദ്ധ അമ്മ പറയണത്, നിങ്ങൾക്കറിയാവോ, പരിശുദ്ധ അമ്മ എന്നെ ഇങ്ങനെ ബോധ്യപ്പെടുത്താണ്, എൻ്റെ മോനെ എനിക്ക് സെഹിയോൻ മാളികയിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല അവിടേക്ക് പോകാൻ. ഞാൻ സ്നേഹിച്ച എൻ്റെ മകനെ കൊല്ലുന്നതിന് കൂട്ടുനിന്നവരായിരുന്നു ഈ കാണുന്ന 12 പേരും. ഈ 12 പേരും കൂടെ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിരുന്നില്ലെങ്കിൽ എൻ്റെ മകന് ഇങ്ങനെ ഒരു ദുർമരണം വേണ്ടി വരുമായിരുന്നില്ല, എനിക്ക് ആ ദുർമരണം കാണേണ്ടി വരുമായിരുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പരിശുദ്ധ അമ്മ നന്നായി സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ് പത്രോസ്ലീഹ എന്ന് പറഞ്ഞാൽ. ഈശോ എപ്പോഴും വന്ന് പരിശുദ്ധ അമ്മയോട് പറയും, ഞാൻ അവനെയാണ് എൻ്റെ ഈ സഭയെ ഏൽപ്പിക്കാന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് ശിഷ്യന്മാരിൽ 2 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാണ് പത്രോസ്. പക്ഷെ ഈ പത്രോസാണ് വളരെ നിഷ്കരുണമായ രീതിയിൽ ഈശോയെ കത്തി കൊണ്ട് കുത്തുന്നത് പോലെ കുത്തുന്ന രീതിയിലാണ്, മുറിപ്പെടുത്തുന്ന രീതിയിലാണ് ആ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞത്, എനിക്ക് അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് മരണത്തിന് കാരണമാക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന പത്രോസ്. അങ്ങനെ പത്രോസ് ഇങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് ഈശോയുടെ മരണത്തിൻ്റെ ശേഷം ആ പറയുന്ന കൂട്ടായ്മയിലേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. അവിടേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം എന്താ, അവിടെ പത്രോസ് ഉണ്ട്, മറ്റ് ശിഷ്യന്മാരുണ്ട്, ഓടി ഒളിച്ചവരാണ്. അവരുടെ അടുത്തേക്ക് പോകണ്ട എന്ന് വിചാരിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ തനിച്ച് ജീവിക്കായിരുന്നു. പക്ഷെ പരിശുദ്ധ അമ്മ അങ്ങനെ ഒരു നിലപാടല്ല സൂക്ഷിക്കുന്നത്. പരിശുദ്ധ അമ്മ സ്വീകരിക്കുന്ന നിലപാട് എന്താ, അവനോട് ക്ഷമിക്കേണ്ട ബാധ്യതയുള്ളത് ഞാനാ എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ അവിടേക്ക് പോവാ. അവരുടെ കൂടെ ഇരുന്ന്
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ പന്തിയിൽ ഭക്ഷണം കഴിച്ച് അവളിങ്ങനെ പത്രോസിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. സ്നേഹമുള്ളവരെ, ഈ ഒരു ഭാഗം തന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ പത്രോസിനോട് ക്ഷമിച്ചതുപോലെ. എന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തില് പഴയ നിയമത്തിൽ ദൈവം മനുഷ്യരോട്, ഇസ്രായേൽക്കാരോട് ക്ഷമിച്ചതുപോലെ, മോശ മിരിയാമിനോട് ക്ഷമിച്ചതുപോലെ നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഈ ദിവസങ്ങൾ അങ്ങനെ ക്ഷമിച്ച ഒരു അമ്മയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നാം. അമ്മയുടെ പേര് റോസമ്മ എന്നാണ്. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അമ്മയാണ്. അപ്പൊ ഈ അമ്മയുടെ പ്രത്യേകത എന്താ? ഈ അമ്മയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് കാഴ്ചയില്ലാത്ത സ്ത്രീയാണ്. ഈ വെയിലത്ത് ലോട്ടറി വിറ്റ് ജീവിക്കുന്ന സ്ത്രീയാണ്. അപ്പൊ ഈ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഈ സ്ത്രീയുടെ, റോസമ്മയുടെ ലോട്ടറികൾ ആരൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകാം. അതെങ്ങനെ പറ്റണേന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇത്രയും ദൈന്യതയൊക്കെയുള്ള ഈ മുഖത്ത് നിന്ന് ഇങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോകാൻ. അപ്പൊ എല്ലാ ദിവസവും ഈ റോസമ്മ നോക്കുമ്പോൾ കണക്ക് ടാലി ആവണില്ല, അമ്മയ്ക്ക് ഇന്ന് നഷ്ടമാണ്. അപ്പൊ ഒരു ദിവസം ഒരു പെൻ ക്യാമറ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് എടുത്തു കൊണ്ടുപോകുന്നവനെ പിടികിട്ടുന്നത്. ഇതാരാണ് മോഷ്ടിച്ചു കൊണ്ടുപോകണമെന്നുള്ളത് ഈ സ്ത്രീക്ക് മനസ്സിലായി. ഉടനെ ആ വ്യക്തിയെ കൈയോടെ ഇങ്ങനെ പിടിക്കുകയാണ്. കൈയോടെ പിടിച്ചു കഴിഞ്ഞിട്ട് റോസമ്മ പറയാണ്, എൻ്റെ മോനെ ഇങ്ങനെ മോഷണം നടത്തല്ലേ, ഞാൻ ഇങ്ങനെ വെയിലത്ത് ജീവിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യരുത്. അതിനുശേഷം അവൾ പറഞ്ഞു, പക്ഷെ മൂന്നാമതൊരാൾ അറിയില്ല, ഞാൻ നിന്നോട് ക്ഷമിക്കുകയാണ്, എനിക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് അയാളെ വെറുതെ വിടുക. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ, ഏഷ്യനെറ്റുകാരൊക്കെ കഴിഞ്ഞ ദിവസം ഈ റോസമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റണേ? അപ്പോൾ ഈ അമ്മ സ്നേഹത്തിൻ്റെ നിറവിൽ പറഞ്ഞു, ഞാൻ റോസമ്മ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാണ്, പരിശുദ്ധ അമ്മയുടെ മകളാണ്. പരിശുദ്ധ അമ്മയുടെ മക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. ഞാൻ അവനോട് ക്ഷമിക്കാനാണ് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ എന്നോട് വൈദികര് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കും. എന്നിട്ട് പറയാണ്, ഞാൻ ഭൂമിയിൽ ദരിദ്രയാണ്, പക്ഷേ സ്വർഗത്തിൽ സമ്പന്നയാണ്. കാരണം എന്താ? ഞാൻ ക്ഷമിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് ഈ ദിവസം അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. നമുക്ക് നമ്മൾ വേദനിപ്പിച്ച മനുഷ്യരൊക്കെ ഉണ്ടാവാം, അനാവശ്യമായിട്ട് കുറ്റം പറഞ്ഞവർ, നമ്മളെ മുറിപ്പെടുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇന്ന് നീ തീരുമാനിക്ക്, പരിശുദ്ധ അമ്മ ക്ഷമിച്ചതുപോലെ നിനക്ക് ക്ഷമിച്ചു തുടങ്ങാൻ പറ്റുമോ? ആ റോസമ്മ ക്ഷമിച്ചതുപോലെ നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നിന്റെ വസ്ത്രം എടുത്തുകൊണ്ട് പോകുന്നവരുണ്ടാവാം, നിന്റെ സൽപ്പേര് എടുത്തുകൊണ്ട് പോകുന്നവരുണ്ടാവാം, നിന്റെ ഭാവി നശിപ്പിക്കുന്നവരുണ്ടാവാം. അവരോടൊക്കെ ക്ഷമിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സുഗന്ധം നിന്റെ ജീവിതത്തിൽ നിറയാൻ തുടങ്ങും. പ്രാർത്ഥിക്കാം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. സംഭവം: കേരളത്തിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ മുൻവശത്തുള്ള ചാപ്പലിൽ അമലോത്ഭവ മാതാവിന്റെ ഒരു മനോഹര സ്വരൂപമുണ്ട്. ഒരു ദിവസം 2-3 അക്രൈസ്തവർ മദ്യപാനം കഴിഞ്ഞിട്ട് അതിലെ വരുമ്പോൾ അതിലൊരാൾ പരിശുദ്ധ കന്യകയുടെ രൂപത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഇവൾ നൃത്തം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്, തുടങ്ങടി നിന്റെ നൃത്തം. ഇത് പറഞ്ഞ് 5-6 അടി മുൻപോട്ട് വെച്ചപ്പോൾ അയാൾക്ക് സർപ്പദംശനമേറ്റു. അയാളെ വിഷവൈദ്യന്റെ അടുത്തുകൊണ്ട് ചെന്നപ്പോൾ വിഷം ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധ്യമല്ല, ദൈവകോപമാണ്, അതിന് പരിഹാരം അർപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് ആ മനുഷ്യനും അയാളുടെ കുടുംബാംഗങ്ങളും ദേവാലയത്തിൽ വന്ന് പ്രത്യേകം പ്രാർത്ഥനകൾ അർപ്പിച്ച് മരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടുത്തെ അക്രൈസ്തവർക്ക് പോലും മാതാവിനോട് വലിയ ഭക്തിയാണ്. പ്രാർത്ഥന. ദൈവമാതാവേ, അവിടുത്തെ ദിവ്യസുദിനോടുകൂടി ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ അവിടുന്ന് നിസ്തുലമായ പങ്കുവഹിച്ചുവല്ലോ. ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടുന്ന് സഹകരിക്കുന്നുണ്ട്. ദിവ്യനാഥേ, ഞങ്ങൾ എല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നതുവരെ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ ദിവ്യസുദിൻ്റെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് അജ്ഞാനികളെ മാനസാന്തരപ്പെടുത്തുവാനും അക്കത്തോലിക്കരുടെ പുനരൈക്യത്തിനും ഇടയാകട്ടെ. നാഥേ, അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങളുടെ അഭയവും ശക്തിയും നീ തന്നെ. ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ,
എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബാബാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു.
ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സുഹൃജപം. കുരിശിലെ യാഗവേദിയിൽ സന്നിഹിതയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ ജീവിതബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ. മെയ് മാസപ്പൂവേ, സ്വർഗം ചാർത്തിയൊരു